ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന്. ആറിൻ്റെ തീരത്തുള്ള ഒരു വീടാണ് നേരത്തെ നിങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ കണ്ടിട്ടുള്ളത്. ഇരുവശങ്ങളിലും നല്ല രീതിക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാണുന്നത് ഉരുൾപൊട്ടലിൽ നശിച്ചു കിടക്കുന്നതാണ് കേട്ടോ. രാവിലെ തന്നെ JCBയും അതോടൊപ്പം തന്നെ കഴിവതും നാട്ടുകാർ തന്നെ അവരവരുടെ അത്യാവശ്യം പറ്റുന്ന പ്ലേസസ് ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് മൊത്തം നമുക്കിങ്ങനെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾ കണ്ടിങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇതൊന്നും അല്ല, നമുക്ക് ഈരാറ്റുപേട്ടത്തെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോസിലും അതോടൊപ്പം തന്നെ TV-യിലൊക്കെ കണ്ട് കാണും, എത്രത്തോളം ഒരു നാട് ടോട്ടലി ഇല്ലെന്നായെന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ഒന്നുമായിട്ട് തോന്നുന്നില്ല. കാരണം കുറച്ചധികം മണ്ണിടിഞ്ഞതും ഉരുൾപൊട്ടലും ഒക്കെയാണ് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ചധികം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഉരുൾപൊട്ടലിൽ ഭാഗ്യത്തിന് വീടുകൾക്കോ അങ്ങനെ ഒന്നും തന്നെ നാശനഷ്ടങ്ങൾ തലനാട് കുറച്ച് ഏരിയയിലൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അടുക്കം, തീക്കോയി അതേപോലെ തന്നെ മുകൾ ഭാഗത്തൊക്കെ കുറേയധികം വീടുകൾ നശിച്ചു പോയെന്നുള്ള വാർത്തയൊക്കെ പിന്നീട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നിർത്താതെ പെയ്ത മഴ കാരണമാണ് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇടയ്ക്ക് കുറച്ചധികം മഴ ശമിച്ചെങ്കിലും വീണ്ടും മഴ നല്ല രീതിക്ക് തന്നെ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പോലും മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 9 മണിക്ക് മഴ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് മെസ്സേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 9 മണിക്കല്ല, ഇത് ഞാൻ ഏതാണ്ട് ഒരു 7:30 സമയത്താണ്. ആ സമയത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം സ്വരുക്കൂട്ടി വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലെന്നായിപ്പോയ കുറേയധികം മനുഷ്യന്മാരുടെ കാര്യം ഓർക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് വിഷമം വരുന്നുണ്ട്. 2018 പ്രളയം ഒന്നും അല്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം നഷ്ടങ്ങളാണ് ഒരു പ്രദേശത്തെ ജനങ്ങളിൽ അവർക്ക് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ഭയാനകരമാണ്. കൂടാതെ 2018 പ്രളയം എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. വെള്ളം വരുന്നതും വെള്ളം ഇങ്ങനെ കുത്തി നിറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം എന്താണെന്ന് നേരിട്ട് അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടീസും അതായത് ബുദ്ധിമുട്ടും എന്ത് ചെയ്യണമെന്ന് പോലും നമ്മൾ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് പോലും കിട്ടിയാൽ അതെന്താണെന്ന് കറക്റ്റ് ആ ഒരു വിഷ്വൽ എനിക്കിപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ മൈൻഡിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതുവഴി പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയോ എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ കുറച്ചധികം മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് കിട്ടിയ വാർത്തയും അതോടൊപ്പം തന്നെ വ്യൂസും അതോടൊപ്പം തന്നെ എന്താ പറയേണ്ടത് വീഡിയോസൊക്കെ കാണുമ്പം ഇതൊന്നും ഒരു നഷ്ടമോ ഒരു ഇതോ അല്ല, നമുക്ക് കുറച്ച് ക്ലീൻ ആക്കിയാൽ തീരുന്ന പ്രശ്നമായിട്ടുള്ളൂ ഈ പ്രദേശങ്ങളിൽ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ 2 വീടുകളുണ്ടായിരുന്നു കേട്ടോ. ആ 2 വീട്ടിൽ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. കാരണം അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെ കൈത്തോടെ ഒഴുകുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്രദേശം കുറച്ചൊന്ന് താഴ്ന്ന പ്രദേശമായതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ റോഡൊക്കെ ഫുള്ള് ചെളി പിടിച്ചും കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞു കൂടി കിടക്കുകയാണ്. പിന്നെ കുറേയധികം മണ്ണൊക്കെ ഇടിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക വളരെ മോശത്തിലാണ്. പക്ഷേ JCB കൊണ്ട് നമുക്ക് മാറ്റി അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഒന്നും മെനക്കെട്ടാൻ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ പലയിടങ്ങളിലും ഇതല്ല അവസ്ഥ. ഈ 2 വീടുകളിലാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കയറി അവർ സാധനങ്ങൾ ഫുള്ള് പുറത്ത് വെച്ചിരിക്കുകയാണ്. നാട്ടുകാർ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. താഴ്ന്ന പ്രദേശമാണ്. തൊട്ട് ബാക്കിൽ കൈത്തോടും അതോടൊപ്പം തന്നെ മീനച്ചിൽ ആറ് ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഒഴുകുന്നതും എല്ലാതും കൂടെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള വെള്ളം ഫുള്ള് ഇറച്ച് താഴ്ന്ന പ്രദേശം കൂടെ ആയതുകൊണ്ട് ആ 2 വീട്ടിലും നല്ല രീതിക്ക് കയറി അവർ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. സമീപത്തുള്ള ഫാക്ടറിയും അതോടൊപ്പം തന്നെ തോട്ടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നാശനഷ്ടം നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആറിൻ്റെ സൈഡിലൊരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ആസ്പെറ്റോസ് സഹിതം മൊത്തത്തിൽ ഇങ്ങനെ മാറിക്കിടക്കുന്നതും അകത്തുള്ള സകലമായ സാധനങ്ങളും വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും എന്തുമാത്രം ഇവിടെ ബാധിച്ചിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, ഈ വീട് മൊത്തം നിറഞ്ഞ വെള്ളമായിരുന്നു. അതിനുശേഷം ഇറങ്ങിപ്പോയതിന് ശേഷമാണ് നിങ്ങൾ ഈ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന രീതിക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആറാണ് കണ്ടോ, ആറ്റിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതുണ്ടോ. അടുക്കം പോകുന്ന റൂട്ടാണ്, അതായത് ഇല്ലിക്കല്ലിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. അവിടെയൊക്കെ കുറേയധികം ഉരുളൊക്കെ പൊട്ടിയിട്ട് നാശനഷ്ടം, വീടുകളൊക്കെ ടോട്ടലി ഫുള്ളി ലോസായി പോയിട്ടുണ്ട്, ഒഴുകി പോയിട്ടുണ്ട്, മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെന്നുള്ള ന്യൂസസൊക്കെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊന്നും ഓക്കെ ഫൈൻ, കുഴപ്പമില്ല കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഒരു തീക്കോയി ടൗൺ ഏരിയ ഒന്നും വലിയ പ്രശ്നങ്ങളില്ല. അത്യാവശ്യം കുറച്ച് കയറിയാണ്, പിന്നെ ആറിൻ്റെ അടുത്തൊന്നുമല്ല, അതുകൊണ്ട് ഇവിടങ്ങളിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ മൊത്തത്തിൽ കടകളും അടച്ച ആൾക്കാർ ജനങ്ങളൊന്നും തന്നെ നിരത്തിലില്ല. ആകെ മൊത്തത്തിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മുടെ ജനജീവിതം സ്തംഭിച്ച നിലയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ കാണുമ്പം മനസ്സിലാകുന്നത് എന്നെനിക്കറിയാം. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്.
ദുരിത മേഖലയിലേക്ക് ഗവൺമെൻറ് അതോറിറ്റീസ് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു ഇറച്ചിക്കട ഉണ്ടായിരുന്നു. അവിടെ ഫുള്ളി കടലിലേക്ക് മൊത്തത്തിൽ ഇരച്ച് വെള്ളം കയറിയിട്ട് കട പൂർണ്ണമായും നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ 14 ആടുകളും 5 അല്ലെങ്കിൽ 6ഓളം പോത്തുകളും നഷ്ടപ്പെട്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തുമാത്രം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ ആൾക്കാർക്കും. കൂടാതെ തൊട്ടു മുന്നിൽ വളരെ ചെറിയൊരു കടയുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു മാടക്കട ഫുള്ള് ഒലിച്ചു പോയെന്നാണ് പറയുന്നത്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഈ കനത്ത മഴ മൂലമാണ് ഇത്രയധികം നാശനഷ്ടങ്ങൾ പലയിടത്തും ഉണ്ടായത്. കൂടാതെ ഉരുൾപൊട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, വെള്ളവും മണ്ണെന്നൊക്കെ പറയുന്നത് ഏത് ഡയറക്ഷനിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് വെള്ളം പൊങ്ങുന്നതും ഇതേപോലെ വെള്ളപ്പൊക്കമായി മാറുന്നതും. ഇവിടെ ഈ ആറ്റിലുള്ള വെള്ളപ്പൊക്കവും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടി വരുന്ന വെള്ളവും ഇവിടെ നിന്ന് ഈ മലമ്പ്രദേശത്തു നിന്നുള്ള വെള്ളങ്ങൾ ഫുള്ള് പോയി ഫസ്റ്റ് അടിയുന്നത് ഈരാറ്റുപേട്ടയിലാണ്. അവിടുന്നും അവിടുത്തെ വെള്ളവും പോയി നേരെ നെക്സ്റ്റ് പോയി അടിയുന്നത് പാലായിലാണ്. ഈരാറ്റുപേട്ടയും പാലയും പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ഈ ഒരു ദുരിതത്തിന് എത്രയും പെട്ടെന്ന് നഷ്ടങ്ങൾ ഉണ്ടായവർക്ക് ആ നഷ്ടം നികത്തി അവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്കത് എന്താ പറയുക, റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. എൻ്റെ വീടിൻ്റെ മുന്നിലെ കാഴ്ച ഇതാണ് കേട്ടോ. റോഡിലൂടെ അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട്.